വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 448. സ്വപ്നതുല്യമായ ജീവിതം മനോഹരമാക്കാം. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പലപ്പോഴും ജീവിതം മനോഹരമാക്കുന്നത്. കാറും കോളും നിറഞ്ഞ ജീവിതത്തിന് ലക്ഷ്യബോധവും അർത്ഥവും നൽകുകയും ആവേശത്തോടെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നതും നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്നെയാണ്. അതുകൊണ്ടാണ് നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് ജീവിതം ആകർഷകമാക്കണമെന്ന് വിവരമുള്ളവരൊക്കെ ഉപദേശിക്കുന്നത്. സ്വപ്നതുല്യമായ ജീവിതം മനോഹരമാക്കുവാൻ വലിയ ചിറകുകൾ വേണമെന്നില്ല. ശരിയായ ദിശയിൽ ഒരു ചെറിയ പറക്കൽ മതി. ആ പറക്കൽ തുടരാനുള്ള സ്ഥിരോത്സാഹം മതി. അതിരുകളില്ലാത്ത നിറമുള്ള സ്വപ്നങ്ങൾ കാണണം. പക്ഷേ ഉണർന്നിരിക്കുന്ന കണ്ണുകളോടെയും മനസ്സാന്നിധ്യത്തോടെയുമാകണം സ്വപ്നങ്ങൾ. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്. സ്വപ്നം നമ്മെ അലസമാക്കുന്നതല്ല, കർമ്മരംഗത്ത് ഉണർത്തുന്നതും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാകണം. നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പരിധി നിശ്ചയിക്കുന്നത് നാം തന്നെയാണ്. തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ മിക്ക കാര്യങ്ങളും നേടിയെടുക്കാനാകും. ശുഭപ്രതീക്ഷകളാണ് എന്നും ജീവിതത്തിന് കരുത്തു പകരുന്നത്. പക്ഷേ പ്രതീക്ഷയോടൊപ്പം ക്ഷമയും അത്യാവശ്യമാണ്. ജീവിതം നമ്മൾ കാത്തിരിക്കുന്ന അത്ഭുതമല്ല, നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന അത്ഭുതമാണ്. ഓർക്കുക, വിജയം ഒരു ദിവസം എത്തുന്ന വിരുന്നല്ല, ദിവസം തോറും നമ്മൾ ഒരുക്കുന്ന ഒരു ശാന്തമായ യാത്രയാണ്. സ്ഥിരോത്സാഹവും ആത്മാർത്ഥമായ ശ്രമങ്ങളും ശീലമാകുമ്പോൾ സ്വപ്നതുല്യമായ ജീവിതം മനോഹരമാക്കാനാകും. സ്വപ്നം നിന്റെ ജീവിതമാകും. പ്രശസ്ത അമേരിക്കൻ ഗാനരചയിതാവും ഗായകനും നർത്തകനുമായ ജെയ്സൺ ഡെർലോയുടെ സിംഗ് യുവർ നെയിം ഔട്ട് ലൗഡ് എന്ന മനോഹരമായ കൃതിയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന സ്വപ്നതുല്യമായ ജീവിതം നയിക്കുന്നതിനുള്ള 15 നിയമങ്ങൾ ചിന്തോദ്ദീപകമാണ്. 1. ഓൺ യുവർ നെയിം. നിങ്ങളുടെ പേര് ഉടമപ്പെടുത്തുക, അഥവാ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുകയും ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വം മറച്ചുവെക്കാതിരിക്കുകയും ചെയ്യുക. നിന്റെ പേര് എന്നത് നിന്റെ തിരിച്ചറിയലാണ്. നീ ആരാണെന്ന് ആദ്യം നിന്റെ മനസ്സിനോട് നീ പറയണം. ജീവിതത്തിൽ വിജയിച്ചവരെ നോക്കൂ. അവരൊക്കെ സ്വയം കഴിവിലും ശക്തിയിലും വിശ്വസിച്ചവരായിരുന്നു. സ്വയം വിശ്വസിക്കാത്തവന്റെ സ്വപ്നം ലോകമൊരിക്കലും വിശ്വസിക്കില്ല. 2. സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. തുടങ്ങാൻ കാത്തിരിക്കരുത്. ആത്മവിശ്വാസത്തോടെ തുടങ്ങുന്നവർക്കാണ് സ്വപ്നങ്ങൾ പ്രയോജനപ്പെടുക, കാത്തിരിക്കുന്നവർക്കല്ല. 3. ട്രെയിൻ റിലൻലെസ്ലി. നിരന്തരം പരിശീലിക്കുക. പരിശീലനമാണ് പൂർണ്ണതയിലെത്തിക്കുക. പ്രതിദിന പരിശ്രമം, അതാണ് സംഗീതം. വിജയം ഒരു ദിവസത്തെ പ്രകടനമല്ല, അത് ദിവസേനയുള്ള പരിശീലനത്തിന്റെ ഫലമാണ്. അതിന് അച്ചടക്കം അനിവാര്യമാണ്. കഴിവ് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരും, എന്നാൽ അച്ചടക്കമാണ് അത് നിലനിർത്തുക. 4. ടേൺ റിജക്ഷൻ ഇൻ ടു റിഥം. തിരസ്കരണത്തെ താളമാക്കി മാറ്റുക. എല്ലായ്പ്പോഴും എല്ലാവരും നമ്മെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. വിവിധ ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള തിരസ്കാരങ്ങളും നേരിടാം. തളരാതെ മുന്നോട്ടു പോകുവാൻ തിരസ്കരണത്തെ താളമാക്കി മാറ്റാൻ കഴിയണം. നിന്റെ സ്വപ്നം ജീവിക്കാൻ നിനക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമില്ല. സ്വപ്നങ്ങൾക്കൊപ്പിടേണ്ടത് നീ തന്നെയാണ്. 5. ബി ലൗഡ് അബൌട്ട് യുവർ പ്രപ്പോസ്. ലക്ഷ്യം വ്യക്തമാക്കുക, സാന്നിധ്യം അറിയിക്കുക. ജീവിതത്തിലെ ലക്ഷ്യം വ്യക്തമാക്കുമ്പോഴാണ് മാർഗം തെളിയുന്നത്. സജീവമായ സാന്നിധ്യം അടയാളപ്പെടുത്തുമ്പോൾ മുന്നോട്ടുള്ള യാത്ര സുഗമമാകും. 6. റീ ഇൻവെന്റ് വിത്തൗട്ട് ഫിയർ. നിർഭയമായി അവനവനെ തന്നെ വീണ്ടും കണ്ടെത്തുക. നാം തിരഞ്ഞെടുത്ത ഏതെങ്കിലും വഴിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ സ്വയം അവലോകനം നടത്തി തിരുത്താനും മുന്നേറാനും ചങ്കൂറ്റം കാണിക്കണം. 7. കമ്പൈൻ സ്കിൽ വിത്ത് ഷോമാൻഷിപ്പ്. കഴിവും പ്രകടന വൈദഗ്ധ്യവും സംയോജിപ്പിക്കുക. ഓരോരുത്തരും സവിശേഷമായ കഴിവുകളുള്ളവരാണ്. സ്കിൽ ഡെവലപ്മെന്റും മാനേജ്മെന്റും വിജയപഥമൊരുക്കുന്നതിൽ സുപ്രധാനമാണ്. പ്രകടന വൈദഗ്ധ്യം നേടിയെടുക്കുക എന്നതും തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിന്റെ വ്യത്യസ്തതയാണ് നിന്റെ ശക്തി. നിന്റെ ശബ്ദം മറ്റുള്ളവരെ പോലെ ആകേണ്ടതില്ല. വ്യത്യസ്തതയില്ലെങ്കിൽ വിസ്മയവുമില്ല. 8. റെസ്പെക്ട് ദ പ്രോസസ്. പ്രക്രിയയെ ബഹുമാനിക്കുക. വിജയത്തിന് നിരവധി ഘട്ടങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ നടപടിക്രമങ്ങളിലൂടെയാണ് പലപ്പോഴും വിജയം സാധ്യമാകുന്നത്. അതിനാൽ ക്ഷമയോടെ നിലയുറപ്പിക്കുകയും പ്രക്രിയയെ ആദരിക്കുകയും വേണം. 9. അക്സെപ്റ്റ് ക്രിറ്റിസിസം കാംലി. വിമർശനങ്ങളെ ശാന്തമായി സ്വീകരിക്കുക. ആരും വിമർശനത്തിന് അതീതരല്ല. ഒരിക്കലും പ്രകോപനപരമായി പെരുമാറാതിരിക്കുക. മാന്യമായ വിമർശനങ്ങളെ ശാന്തമായി അഭിമുഖീകരിക്കുമ്പോൾ പോസിറ്റീവ് ഫലങ്ങളാണ് സംഭവിക്കുക. വിമർശനം വന്നാൽ ശാന്തനാകുക. നിനക്ക് പേരും പ്രശസ്തിയും വരുമ്പോൾ വിമർശനം ഉറപ്പാണ്.
വിമർശനം വരുന്നുവെങ്കിൽ നീ ശരിയായ വഴിയിലാണ് എന്നാണ് അർത്ഥം. 10. സ്റ്റേ റൂട്ടഡ് ഈവൻ യു റൈസ്. ഉയർന്നു പോകുമ്പോഴും താഴ്മയുള്ളവരാവുക. വന്ന വഴി മറക്കാതിരിക്കുകയും വിനയാന്വിതരാവുകയും ചെയ്യുക എന്നിവ മഹത്തായ സ്വഭാവ ഗുണങ്ങളാണ്. നന്ദിയുള്ളവരും താഴ്മയുള്ളവരുമാകുമ്പോൾ സ്വീകാര്യതയേറും. മൗനത്തിനും വില കൊടുക്കുക. എപ്പോഴും ശബ്ദം വയ്ക്കുന്നതല്ല വിജയം. ചിലപ്പോഴെങ്കിലും മൗനവും സർഗാത്മകമായ പ്രതികരണമാണ്. പാട്ടിനിടയിലെ നിശബ്ദത പോലെ ജീവിതത്തിലും മൗനം ശക്തി നൽകും. 11. മേക്ക് യുവർ ബ്രാൻഡ് അൺമിസ്റ്റേക്കബിൾ. നിങ്ങളുടെ ബ്രാൻഡ് കുറ്റമറ്റതാക്കുക. നിങ്ങളുടെ സ്വപ്നവും ലക്ഷ്യബോധവുമൊക്കെ നിങ്ങളുടേതാണ്. അതിലേക്കുള്ള ഓരോ ചുവടുവെപ്പും സാർത്ഥകമാക്കുക. മാറാൻ ഭയപ്പെടരുത്. ജീവിതം മാറുമ്പോൾ സ്വപ്നവും മാറും. മാറ്റം പരാജയമല്ല, വളർച്ചയാണ്. 12. യൂസ് പെയിൻ ആസ് ഫ്യൂവൽ. വേദനകളെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കുക. നോ പെയിൻ നോ ഗെയിൻ എന്നാണ് പറയാറുള്ളത്. നേട്ടം കൈവരിക്കണമെങ്കിൽ പലപ്പോഴും ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അവിടെ തളരാതെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറുമ്പോൾ വിജയപാത തെളിയും. വേദനകളാണ് ഏറ്റവും ഹൃദയസ്പർശിയായ പാട്ടുകൾ. ദുഃഖം നമ്മെ തകർക്കാനല്ല, നമ്മെ ആഴമുള്ളവരാക്കാനാണ്. 13. തിങ്ക് ഗ്ലോബൽ. സങ്കുചിതമായ പ്രാദേശിക ചിന്തകൾ ഒഴിവാക്കുകയും ആഗോളതലത്തിൽ ചിന്തിക്കുകയും ചെയ്യുക. കംഫർട്ട് സോണിന്റെ ശീതള ഛായയിൽ നിന്നും പുറത്തേക്ക് കടക്കുകയും വിശാലമായി ചിന്തിക്കുവാൻ ശീലിക്കുകയും ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പരിധി നിശ്ചയിക്കുന്ന എല്ലാ ചിന്തകളും പൊട്ടിച്ചെറിയുക. 14. വർക്ക് ഹാർഡർ ദാൻ യു സെലിബ്രേറ്റ്. നിരന്തരമായ പരിശ്രമങ്ങളാണ് വിജയത്തിലെത്തിക്കുക. കഠിനാധ്വാനം എന്നതിനേക്കാളും സ്മാർട്ട് വർക്കിലൂടെ ജീവിതം മനോഹരമാക്കുക. നല്ല കൂട്ടായ്മ തേടുക. നിന്റെ ശബ്ദം അടയ്ക്കുന്നവരോടല്ല, നിനക്കൊപ്പം പാടുന്നവരോടാണ് നീ നടക്കേണ്ടത്. 15. സിംഗ് അൺടിൽ ദ വേൾഡ് നോസ് യു. ലോകം നിന്നെ അറിയുന്നതുവരെ പാടിക്കൊണ്ടേയിരിക്കുക. പേരും പ്രശസ്തിയുമൊക്കെ ചിലപ്പോൾ സമയമെടുത്തേക്കും. പക്ഷേ ഒരിക്കലും പിന്തിരിയരുത്. മടിച്ചു നിൽക്കാതെയും ഒട്ടും ആശങ്കകളില്ലാതെയും പ്രവൃത്തിപഥത്തിൽ മുന്നേറുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ല. നീ നിന്റെ സ്വപ്നം മറച്ചുവെച്ചാൽ ലോകം നിന്നെ കാണില്ല. നീ നിന്റെ പേരുറക്കെ പാടുമ്പോഴാണ് ലോകം നിന്നെ ഓർക്കുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.